Hello everyone, welcome to EduPod Class 9. It's me and Nafi. അപ്പോൾ നിങ്ങളുടെ ആനുവൽ എക്സാമിന് ഒരു 4-5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്ററാണ് ഇത്. പ്ലേറ്റ് ട്യൂബ് ഓഫ് ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സിലെ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ഇതിൽ നിന്ന് ഫസ്റ്റ് നിങ്ങൾ ഒരു ഹോംവർക്ക് തരാണ്. ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. വിച്ച് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്ലൈമറ്റ് ഇൻ വെനിസ്വേല പ്ലേറ്റ് ട്യൂബ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ഒന്ന് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആണ് എന്ത്? വിച്ച് ഇസ് എ പ്ലേറ്റ് ട്യൂബ്? വിച്ച് ആർ ദി 3 ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലേറ്റ് ട്യൂബ്? എന്താണ് ഒരു പീഠഭൂമി? പീഠഭൂമിയുടെ 3 വർഗീകരണങ്ങൾ ഏതൊക്കെയാണ്? എന്താണ് പീഠഭൂമി എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലേറ്റ്യൂസ് അഥവാ പീഠഭൂമി. എന്താണ് പ്ലേറ്റ്യൂസ്? ആർ ദി റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആൻഡ് വെരി എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോം സിറ്റുവേറ്റഡ് അറ്റ് കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻ അല്ലേ. അതായത് ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാണ്, രണ്ട് സൈഡ് ഇങ്ങനെ ഉയർന്നതും മുകൾ ഭാഗം പരന്നതുമായിട്ടുള്ള ലാൻഡ് ഫോംസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലേറ്റ്യൂ അഥവാ പീഠഭൂമി. ഏതൊക്കെയാണ്? ഒന്ന് ഇന്റർമൊണ്ടൈൻ പ്ലേറ്റ്യൂസ് അല്ലെ, എന്തുണ്ട്? പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികളുണ്ട്. പീഡ്മോണ്ട് പ്ലേറ്റ്യൂസ് അല്ലെ, പർവ്വത അടിവാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികളുണ്ട്. കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂസ് അഥവാ വൻകര പീഠഭൂമികളുണ്ട്. പഠിച്ചു വെച്ചോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ക്വസ്റ്റൻ ഏതാണ്? എക്സ്പ്ലെയിൻ ദി പെക്യുലാരിറ്റീസ് ഓഫ് ഡെക്കാൻ പ്ലേറ്റ്യൂ. ഡെക്കാൻ പീഠഭൂമിയുടെ സവിശേഷത ഇതാണ്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആട്ടോ, ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് ഡെക്കാൻ പ്ലേറ്റ്യൂവിൻ്റെ ഫീച്ചേഴ്സ്? അതായത് സത്പുര റേഞ്ചിന് അല്ലേ, അതായത് സൗത്ത് ഓഫ് സത്പുര, സത്പുരയ്ക്ക് തെക്കായിട്ടും വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഈസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലുമായിട്ട് കാണുന്ന ഭാഗമാണ് ഇത് ഡെക്കാൻ പ്ലേറ്റ് അഥവാ ഡെക്കാൻ പീഠഭൂമി. ദ ഡെക്കാൻ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം എ സാൻസ്കൃത് വേർഡ് കോൾഡ് ദക്ഷിൺ. ദക്ഷിൺ എന്ന തെക്ക് എന്ന അർത്ഥം വരുന്ന വാക്ക് നിന്നാണ് എന്ത് വന്നത്? ഡെക്കാൻ എന്ന ഇംഗ്ലീഷ് വേർഡ് വന്നത്. ഡെക്കാനിൽ മെയിനായിട്ട് 3 തരത്തിലുള്ള റോക്സാണ് കാണുന്നത്. ഗ്രാനൈറ്റ്, നീസ്, ബസോൾട്ട് അല്ലെ. ഗ്രാനൈറ്റ്, നൈസ്, ബസോൾട്ട് എന്ന് പറഞ്ഞിട്ടോ, പഠിച്ചു വെച്ചോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ വെസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടത്തെ കുറിച്ചിട്ട് 2-3 മാർക്കിന് എന്ത് ചെയ്തേക്കാം? എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ വെസ്റ്റേൺ ഘട്ട് എന്ന് പറഞ്ഞാൽ എവിടുന്ന് എങ്ങോട്ടേക്കാണ്? ഗുജറാത്ത് ടു കന്യാകുമാരി. എവിടുന്ന് എങ്ങോട്ടേക്കാണ്? ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ, 1600 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ളതാണ് ഇത് വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു മൗണ്ടെയിൻ ഏതാണ്? ആനമുടിയാട്ട്. ഏതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ മൗണ്ടെയിന്? ആനമുടിയാണ്. നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിട്ടോ. തീർന്നിട്ടില്ല. ഈ വെസ്റ്റേൺ ഘട്ടിന് ഓരോ ഭാഗത്തും ഓരോ പേര്. കേരളത്തിൽ എന്താ വിളിക്കുന്നത്? 2 പേര് വിളിക്കുന്നുണ്ട്, ആനമല, ഏലമല. അതേപോലെ കർണാടകയിലും തമിഴ്നാട്ടിലും വിളിക്കുന്ന പേരെന്താ? നീലഗിരീസ് എന്നാണ്. മഹാരാഷ്ട്ര വിളിക്കുന്ന പേരെന്താ? സഹ്യദ്രി എന്നാട്ടോ. ഇവിടുത്തെ 2ാമത്തെ ഹൈറ്റ് കൂടിയ ഒരു മലയാണ് ഇത് ഡൊഡ്ഡാബേട്ട. പേരുകൾ ഓർത്ത് വെച്ചോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണെന്ത്? സെൻട്രൽ ഹൈലാൻഡ്സ്, മധ്യ ഉന്നത തടത്തിൻ്റെ സവിശേഷത. നിങ്ങളതൊരു 3 മാർക്കിനൊക്കെയാണ് ചോദിക്കാൻ ചാൻസ്. ഒരു 3 പോയിന്റ് പഠിച്ചു വെച്ചോ. എന്തൊക്കെയാണ്? സെൻട്രൽ ഹൈലാൻഡ്സ് ആർ ദ എക്സ്റ്റെൻസീവ് പ്ലേറ്റ് റീജിയൻ ദാറ്റ് ലൈസ് നോർത്ത് ഓഫ് സത്പുര. സത്പുരയ്ക്ക് വടക്ക് ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? ഈ സെൻട്രൽ ഹൈലാൻഡ്സ് അഥവാ മധ്യ ഉന്നത തടം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു സെൻട്രൽ ഹൈലാൻഡ്സിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്തുണ്ട്? ആരവല്ലി മൗണ്ടെയിൻസ്, ആരവല്ലി പർവ്വതനിരകളും മൽവ പ്ലേറ്റ്യൂ, മൽവ പീഠഭൂമിയും കാണപ്പെടുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മലയാണ് ഇത് മൗണ്ട് അബു. കൊടുമുടിയാണ് ഇത് മൗണ്ട് അബു. പഠിച്ചു വെക്കട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വിച്ച് ആർ ദി 3 ടൈപ്സ് ഓഫ് റിവേഴ്സ് ഇൻ പെനിൻസുല പ്ലേറ്റ്യൂ? ഉപദ്വീപീയ പീഠഭൂമിയിലെ 3 തരം നദികൾ ഏതൊക്കെയാണ് 3 തരം നദികൾ? ഒന്നെന്താ? പെനിൻസുല റിവേഴ്സ് ഫ്ലോയിങ് ഈസ്റ്റ്വേർഡ്സ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ. ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്ന ഉപദ്വീപീയ നദികൾ. ഇനി പെനിൻസുല റിവേഴ്സ് ഫ്ലോയിങ് വെസ്റ്റ്വേർഡ്സ് ഇൻ ദ അറേബ്യൻ സീ. പടിഞ്ഞാറേക്കൊഴുകി അറബിക്കടലിൽ ചെന്ന് പഠിക്കുന്ന ഉപദ്വീപീയ നദികൾ. റിവേഴ്സ് ദാറ്റ് ഫ്ലോ നോർത്ത് വെസ്റ്റ് ജോയിൻ യമുന ആൻഡ് ഗംഗ. വടക്കോട്ടേക്ക് ഒഴുകി യമുനയിലും ഗംഗയിലും ചെന്ന് ചേരുന്ന നദികൾ. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പഠിച്ച് വെച്ച് ഓരോ നദികൾക്കുള്ള ഉദാഹരണങ്ങളും അതിൻ്റെ ട്രിബ്യൂട്ടറീസ്, അതായത് പോഷക നദികളും അതിൻ്റെ സോഴ്സ്, ഉത്ഭവ സ്ഥാനവും എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതിൽ ഈ ഒരു ഹോംവർക്ക് ആയിട്ട് ഞാൻ തരാം. ഇത് ഒരുപാട് തവണ നമ്മൾ എക്സാമിന് ചോദിച്ചതാണ്. ഒരു ഹോംവർക്ക് ആയിട്ട് തരാണ്. വിച്ച് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ മോയ്സ്റ്റ് ഡിസ്യൂഡിയസ് ഫോറസ്റ്റ് ആൻഡ് ഡൈ ഡിസ്യൂഡിയസ് ഫോറസ്റ്റ് അല്ലെ. ആർദ്ര ഉഷ്ണമേഖല ഇലപൊഴി മരങ്ങളും ആർദ്ര ഇലപൊഴി മരങ്ങൾ, അതായത് ആർദ്ര ഇലപൊഴി മരങ്ങളും വരണ്ട ഇലപൊഴി മരങ്ങളും തമ്മിലുള്ള വ്യത്യാസം എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കുകയാണ്. ഇതും ഒരു ഹോംവർക്കാണ്. ഇതും ഒരു തവണ എക്സാമിന് ചോദിച്ചാൽ നമ്മളെ ഓർമ്മയുണ്ടോ? ഓണത്തിന് ക്രിസ്മസിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതും പഠിച്ചു വെക്കട്ടോ. വിച്ച് ആർ ദി മേജർ മിനറൽ സോൺസ് ഇൻ പെനിൻസുല പ്ലേറ്റ്? എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് എനി 2. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന ധാതു മേഖലകൾ ഏതെല്ലാം? ഏതെങ്കിലും 2 സവിശേഷ വിശദീകരിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇതിൽ ഏതെങ്കിലും 1-2 നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പ്, മോട്ടിവേഷനൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്തോ? nafi.eduport എന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് എന്ത് ചെയ്തോ? മെസ്സേജ് അയച്ചിട്ടോ. nafi.eduport എന്താണ്? കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു? സെറ്റാക്കി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിട്ടോ. അത് നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക. എല്ലാവർക്കും 9ാം ക്ലാസ്സിൻ്റെ എക്സാം ഈസി ആട്ടെ. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊക്കെ നല്ല ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ എക്സാമും ഈസി ആവും. എഫേർട്ട് ഇടാൻ തയ്യാറാണ്. നിങ്ങൾ തേടി ബെസ്റ്റ് റിസൾട്ട് വരും. ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്.